ഓക്കെ ഓക്കെ പറഞ്ഞോ. പ്രിയമുള്ളവര്, മദ്യാസക്തനാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ടും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായം കൊണ്ടും ഇന്ന് മദ്യവെച്ചിട്ടുള്ള പേര് ബൈജു. കേൾക്കാലോ അല്ലേ? കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം ബൈജേട്ടാ, സംസാരിച്ചോളൂ. ഓക്കെ. എനിക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നുണ്ട്. അതാ. ഓക്കെ 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 നല്ല ക്ലിയർ ആയിട്ട് ക്ലാസ് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശരിക്കും എന്തൊക്കെ എ ചെയ്യുന്നില്ല, എ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എ എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന ആദ്യ കാലഘട്ടങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. ശരിക്കും എന്ത് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാനായിരുന്നു ജീവിതത്തിലാകെ എല്ലാ സമയത്തും എന്ത് ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാനായിരുന്നു ഒരു താല്പര്യം. കാരണം അതിനോട് ഒരു 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 താല്പര്യം. കാരണം എപ്പോഴും എൻ്റെ കുടിയൊക്കെ തുടങ്ങിയ കാലഘട്ടങ്ങൾ മുതലേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, കുടിക്കരുത് കുടിക്കരുത്, നീ കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ കരള് പോവും, നിന്റെ തലച്ചോറ് നാശാവും, അല്ലെങ്കിൽ നിന്റെ ജീവിതം പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുന്നത് ശരിക്കും എല്ലാ സമയത്തും അത് അങ്ങനെ തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത് തന്നെ വീണ്ടും 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 ചെയ്യാൻ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഒരു രോഗാവസ്ഥയുടെ കാരണം എന്ന് പറയാം എങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഇതൊന്നും മനസ്സിലായിട്ടില്ല. മദ്യപാനം ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു രോഗമാണെന്നും മനസ്സിലാക്കാതിരുന്ന കാലത്ത് കുടിച്ചപ്പോ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചു പോയപ്പോ എന്താ സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയിലേക്കൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, അരുത് എന്ന് എവിടെ കേട്ടാലും അതിനോടുള്ള ഒരു പ്രതിപത്തി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം, അതിന്ന് ചെയ്തു നോക്കാനുള്ള ഒരു താല്പര്യം, ഒരു ക്യൂരിയോസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. കൂട്ടായ്മയിൽ വന്നപ്പോഴും തുടക്കത്തിൽ വന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഈ പ്രോഗ്രാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എന്താണ് അറിയാൻ വന്ന ആ ഒരു സമയത്ത് പോലും കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പഴമക്കാരായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എയിൽ വന്നിട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കാരണം ഒരു അരുത് എന്ന് ഉള്ള വാക്കിനോടുള്ള ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉള്ളതിനേക്കാൾ ഉപരി ഇതൊരു ജീവൻ രക്ഷിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതില് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നും ചെയ്തില്ലെങ്കിലും അരുതായിക ചെയ്യരുത്. അതൊരു പക്ഷേ മറ്റൊരു മദ്യാസക്തന്റെ ജീവന് വരെ ഹാനിയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാൽവയ്പ്പുകളും എന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ നമ്മുടെ അന്നത്തെ കാലത്തൊക്കെ ഈ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലഘു വിവരണം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് ലഘു വിവരണം എന്നുള്ള ആ ഒരു പാംപ്ലെറ്റ് ആണ്. അപ്പൊ അത് അന്നത്തെ കാലത്തൊന്നും എൻ്റെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടും പലരും ഇങ്ങനെ മെയിലിലൂടെയൊക്കെ ഇങ്ങനെ അയച്ചു തന്നതൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ വന്നത് രണ്ടാമത് എപ്പോഴും നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒറ്റനോട്ടത്തിൽ എന്ന് പറയുന്ന ആ പാംപ്ലെറ്റിന്റെ ഒരൊറ്റ നീല കളറുള്ള പാംപ്ലെറ്റിന്റെ അതിന്റെ പുറകു ഭാഗം അതിലെ അവസാനം കൊടുത്തിട്ടുള്ള എന്തൊക്കെ ചെയ്യുന്നില്ല. ആ പാംപ്ലെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ പാംപ്ലെറ്റിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് ആണ് പ്രത്യേകിച്ച് നമുക്ക് 2 രൂപയായിരുന്നു ആ പാംപ്ലെറ്റിന്റെ വില. അതിപ്പോ ഈ കഴിഞ്ഞ ജനറൽ സർവീസ് കോൺഫറൻസിൽ നമുക്കത്, അതായത് നമ്മുടെ സെൻട്രൽ കേരളയ്ക്ക് അതിന് ശക്തമായിട്ട് അതിനുള്ള ഒരു അഭിപ്രായം പറയാനും ആ പാംപ്ലെറ്റിന്റെ വില 1 രൂപയാക്കി കുറയ്ക്കാനുമായിട്ടുള്ള നടപടികളൊക്കെ കോൺഫറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്തത് ഇത് തന്നെ നമുക്ക് വരുന്ന പാംപ്ലെറ്റുകളെല്ലാം 1 രൂപ റേറ്റിലായിരിക്കും. ആ ഒരു സന്തോഷം കൂടി എന്തായാലും പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ട അംഗങ്ങളോടൊപ്പം. ഇപ്പൊ ആ പാംപ്ലെറ്റിന്റെ വില 2 രൂപയാണ്, അത് 1 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ
ഈ രണ്ട് പാംലെറ്റുകളാണ് ഒറ്റനോട്ടത്തിലും ആൽക്കഹോളിക്സ് അനോണിമസ് ലഘൂകരണവും. ഇതിനകത്ത് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു 10ഓളം പോയിന്റുകൾ ഈ പാംലെറ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പം ഒരു തുടക്കക്കാർക്ക് ഈ രണ്ട് സാധനങ്ങൾ വായിച്ചാല് അവർക്ക് കുടിക്കാതിരിക്കാൻ അത് ധാരാളമാണ്. അല്ലെങ്കിൽ കുടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങളിലേക്കൊക്കെ ചാടിപ്പോവാനും തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ഒക്കെ നമുക്ക് നല്ലതാണ് ഈ രണ്ട് പാംലെറ്റുകൾ. പിന്നെ കുറച്ചും കൂടി എയിലൂടെ സഞ്ചരിച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് വേണം. അതിനകത്ത് അവിടെയാണ് ശരിക്കും പാരമ്പര്യങ്ങളുടെ ആവശ്യകത. പാരമ്പര്യങ്ങൾ കടന്നു വരുന്നത് അവിടെയാണ്. അതായത് ഒരു മദ്യാസക്തൻ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും പാരമ്പര്യങ്ങളുടെ ഒരു പ്രാധാന്യം. മറ്റേ പാംലെറ്റുകൾക്കെല്ലാം അതിലുപരിയായിട്ട് പാരമ്പര്യങ്ങളുടെ ഒരു നിബന്ധനകൾ അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ, അതാണ് കറക്റ്റ് വാക്ക്, നിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ആത്യന്തികമായിട്ട് ഇതിനകത്ത് വരുന്ന ഒറ്റ കാര്യം, ഒരു മദ്യാസക്തന് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവന് കൊടുക്കുന്ന ഒരു സുരക്ഷിതത്വമാണ്. ഇപ്പൊ പാരമ്പര്യങ്ങളിൽ നിന്നുകൊണ്ടാണെങ്കിലും ഒരു തുടക്കക്കാരന് മനസ്സിലാക്കേണ്ട പാംലെറ്റുകളിൽ നിന്നൊക്കെ ആണെങ്കിലും അവൻ ഇതിനകത്ത് സേഫ് ആണെന്നുള്ള ഒരു ഉറപ്പാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു പുതുമക്കാരന് കൊടുക്കുന്നത്. ഇതൊരു ബിഗിനേഴ്സ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ധാരാളം പുതുമക്കാർ ഇതിനകത്ത് വന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊക്കെ അവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം, എവിടെ കേൾക്കുന്നതും ഒരു സ്വാതന്ത്ര്യമില്ലായ്മയാണല്ലോ. എവിടെ പോയാലും നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ കുടിക്കരുത്, നീ അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാക്കുകളാണ് നമ്മൾ ജീവിതത്തിൽ മുഴുവൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അവന് മൂന്നാം പാരമ്പര്യം പറയുന്ന ആ സ്വാതന്ത്ര്യം, മദ്യപാനം നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് അതിൽ ചേരാനുള്ള യോഗ്യത. ഒരു വല്ലാത്ത വിശാലമായ ഏരിയയാണത്. ഭയങ്കരമായ ഒരു സ്വാതന്ത്ര്യം. എന്നെ സംബന്ധിച്ച് എന്റെ റിലാപ്സുകൾക്കൊക്കെ ശേഷം 2010 ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആസ്വദിച്ച ഒരു വാക്കാണ് ഡിസയർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. ആഗ്രഹം മാത്രം മതി, നിർത്തണമെന്ന് പോലും ആഗ്രഹമില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നാണ് നമ്മളോട് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, ഒരു പക്ഷെ നിങ്ങൾക്ക് സാധ്യമായേക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം എനിക്കിവിടെ കിട്ടുന്നുണ്ട്. എന്റേതായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കാൻ എന്നെ ഒരാളും കൗൺസിൽ ചെയ്യാതെ, എന്നെ ഒരാളും ഉപദേശിക്കാതെ, എന്നെ ഒരാളും നിർബന്ധിക്കാതെ എനിക്ക് സ്വതന്ത്രമായിട്ട് ഇതിനകത്ത് നിൽക്കാൻ എനിക്കൊരു സ്പേസ് ഉണ്ട് ഇവിടെ. എനിക്കൊരു സ്പേസ് ഉള്ളത്, ഞാനൊരു ആൽക്കഹോളിക് എന്നുള്ള നിലയിൽ എനിക്കൊരു സ്പേസ് ഇവിടത്ത് കിട്ടുന്ന അത്രയും സ്വാതന്ത്ര്യം മറ്റൊരിടത്തും കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം. അതുപോലെ തന്നെ സുരക്ഷിതത്വം. ഞാൻ ഇവിടെ സുരക്ഷിതനാണ്. എന്റെ ഐഡന്റിറ്റി പുറത്തൊരു മനുഷ്യനെ അറിയുന്നില്ല. ഞാൻ ആരാണോ, എന്താണോ, എങ്ങനെയാണോ. കള്ളുഷാപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങൾ ഇത് തന്നെ ആയിരുന്നല്ലോ. എങ്ങനെയെങ്കിലും ഞാനൊക്കെ പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എന്റെ വീട്. അപ്പൊ അവിടെ നിന്ന് പതുക്കെ ആ പുറകുവശത്തൂടെയൊക്കെ ഇടയ്ക്ക് ഏതെങ്കിലും ഓലയുടെ മഴയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നീട് തിരിച്ചിറങ്ങി പോരുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് യാതൊരുവിധ പേടിയില്ല, ധൈര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതെല്ലാം പോയിട്ട് ആളുകൾ കാണുമോ, ആളുകൾ എന്നെ അറിയോ, എന്റെ ഐഡന്റിറ്റി പുറത്തറിയപ്പെടും, ഞാനൊരു കുടിയനാണെന്ന് പുറത്തറിയപ്പെടും എന്നുള്ളത് ഏതൊരു മദ്യാസക്തിന്റെയും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ചിന്തയാണ്. അവിടെയാണ് താങ്കൾ സുരക്ഷിതാണ്. നമ്മുടെ കൂട്ടായ്മയുടെ പേരിന്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് അനോണിമസ് ആണ്. താങ്കൾ സുരക്ഷിതനാണ്. താങ്കൾ ആരാണെന്നോ, താങ്കൾ എന്താണെന്നോ, താങ്കൾക്ക് എത്ര വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെന്നോ, താങ്കൾക്ക് എത്രത്തോളം പണം ഉണ്ടെന്നുള്ളതൊന്നും, താങ്കൾ ഏത് വിഭാഗക്കാരനാണെന്നൊന്നും ഇവിടെ കരണീയമായ ഒരു കാര്യമല്ല. താങ്കൾ ഒരു മദ്യാസക്തനാണോ, മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ? അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ കാര്യം മാത്രമാണ്, അത് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം, മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണോ എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ സ്വീകരിച്ച പാത നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് ഒരു ഓപ്ഷനാണ്. ഒരിക്കലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കള് പല കൂടെ കുടിച്ചിരുന്ന പല സുഹൃത്തുക്കളും മദ്യപാനികളാണെന്ന് എനിക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അവരോട് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ഒന്നിച്ച് കുടിച്ചതല്ലേ, നീയും ഞാനും ഒക്കെ ഒരേ രീതിയിലാണെന്ന് എനിക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാലും അവരത് അംഗീകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്.
അവരംഗീകരിക്കണം. അവരംഗീകരിച്ചാൽ മാത്രമാണ് അതുകൊണ്ടുള്ള ആ ഡിസീസിന്റെ പാർട്ട് അല്ലെങ്കിൽ ആ രോഗാവസ്ഥ ഇന്നതാണെന്നുള്ളത് അവരെത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതിനകത്താണ് ഇതിനകത്തുള്ള കാര്യം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്തോരം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ആ ഒരു ചിന്ത ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ ഓരോ മദ്യാസക്തനോടും നമ്മൾ പറയുന്നത് മദ്യപാനം, ആ മദ്യാസക്ത രോഗിയുടെ ഒരു നിർവചനം പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് മദ്യപാനം നിങ്ങൾക്ക് തന്നെയോ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഒരു ആൽക്കഹോളിക് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞ് ഞാനായിട്ട് ബന്ധപ്പെടുന്ന നിങ്ങൾക്കൊരു പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമായിരുന്നു എന്ന് അംഗീകരിക്കാനും മറ്റുള്ളവർക്കൊരു പ്രശ്നമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതും അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമാണ് എയിൽ ശാശ്വതമായ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മൾ അവരോട് പറയുന്ന കാര്യം, ഇതിനകത്ത് മെമ്പർഷിപ്പ് ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. അത് നമ്മുടെ മുഖവുരയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നിങ്ങളെ സഹായിക്കാൻ ടെമ്പററി സ്പോൺസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് കിട്ടും, അതിന്റെ സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മള് ഈ പാംലെറ്റിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോ യുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലഘൂകരണം എന്നുള്ള പാംലെറ്റിന്റെ 10ാമത്തെ പേജില് കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം. അതിനകത്ത് പറയുന്ന കാര്യം, നമ്മള് എപ്പോഴും ഒരു മദ്യാസക്തരുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുമ്പോൾ അവൻ ആദ്യമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ്, എന്നെ ചേർത്താൽ ഇവർക്ക് എന്തൊക്കെയോ പ്രയോജനങ്ങളുണ്ട്, ഇവർക്ക് എന്തൊക്കെയോ ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് എന്നെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ എന്റെ കൂട്ടായ്മയിൽ കൊണ്ടുവരാൻ. എല്ലാവർക്കും ഉണ്ടെന്നല്ല, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. കുറച്ച് ആൾക്കാർ, എനിക്കിത് തോന്നിയതാണ് സത്യമായിട്ടും. എന്നെ മാനന്തവാടി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എന്റെ ഒരു പഴമക്കാരൻ എന്നെ റെഫർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചാണ് അയാൾക്ക് അവിടെ നിന്ന് എന്തോ കിട്ടുന്നുണ്ട്, എന്നെ ചേർത്ത് കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ നിന്ന് എന്തോ കിട്ടുന്നുണ്ടെന്ന് സത്യമായിട്ട് ഞാൻ ചിന്തിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വർഷക്കാലം വരെ ഞാൻ ആ ചിന്താഗതി മനസ്സിലിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും ദൂരം വന്നിട്ട് എന്നെ ഇവിടെ വന്ന് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് എന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാന കാരണം അയാൾക്ക് അവിടെ നിന്നാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് ഞാൻ ചിന്തിച്ചതാണ്. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോരുത്തരെ റെഫർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്, ഞാൻ പലരെയും കൊണ്ട് അവിടെ ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ അകത്തുനിന്ന് ഒന്നും കിട്ടുന്നതൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അംഗസംഖ്യ വർദ്ധിപ്പിക്കാനായി ആരെയും പ്രേരിപ്പിക്കാറില്ല. ഒരു രീതിയിൽ ഇതിനകത്ത് കുറച്ച് ആൾക്കാരെ കൂടുതൽ ഇരുത്തിയിട്ട് അതങ്ങ് കുറെ ആളുകളുടെ ബാഹുല്യം അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമുക്ക് ആ ഒരു ചിന്ത, ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞത് ഒരു ചികിത്സാലയത്തിന്റെ കാര്യമാണെങ്കിൽ, ശരിക്കും നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ നാട്ടിലുള്ള കൂട്ടായ്മകളിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ 12ാം പടിക്ക് അല്ലെങ്കിൽ എന്താ പറയാ പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാമുകളൊക്കെ ചെയ്തൊക്കെ പുതിയ ആളുകൾ വരുമ്പോൾ ആളുകൾ എത്രത്തോളം കൂടുതൽ വരുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഇതിനകത്തൂടെ സുഖം പ്രാപിക്കുന്നു എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ച് ആസ് ആൻ മെമ്പർ നമുക്ക് അതിനകത്തൊന്നും വലിയ റോളില്ല. അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ശക്തിയുടെ പ്രവർത്തനം എങ്ങനെയാണോ അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു 12 സ്റ്റെപ്പ് വർക്കിലൂടെ ആണെങ്കിലും ഒരു PI പരിപാടികളിലൂടെ ആണെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള റിസൾട്ട് വരുന്നത് അത് ആ വലിയ ശക്തിയുടെ തീരുമാനത്തിന്റെ പ്രകാരമാണ്. അതെന്തായാലും എന്നെ സംബന്ധിച്ച് അതൊരു കാര്യമല്ല. ഞാനെന്ന വ്യക്തിയുടെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഒക്കെ ഡെയിലി റിഫ്ലക്ഷൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനെന്ന വ്യക്തിയുടെ ഒരു വ്യക്തിപ്രഭാവത്തിന്റെ പേരിലൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതൊക്കെ ആ ശക്തിയുടെ തീരുമാനത്തിന്റെ പ്രകാരമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നോ അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ ആളുകൾ വരുന്നോ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മേഖലയിലൊക്കെ ആളുകളുടെ ഒത്തിരി ആളുകൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ സന്തോഷിക്കാറുണ്ട്. നല്ലത് തന്നെയാണ്, ഒരു പ്രശ്നമില്ല, നല്ലതാണ്. 10-30 ആളുകളൊക്കെ വന്നിരിക്കുന്ന മീറ്റിംഗ് വളരെ സന്തോഷകരമാണ്, വളരെ നല്ലതാണ്. പക്ഷെ ഒരു 2-3 ആളിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയാൽ നമുക്ക് വല്ലാതെ വേദന തോന്നും. അയ്യോ, ആള് തീരെ ഇല്ല, ആൾക്കാർ ഒട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു രീതി പറയുന്നത്. നമുക്ക് ഇവിടെ ആളെ കൂട്ടുള്ള ഒരു പരിപാടി അല്ല. നമ്മുടെ പഴമക്കാർ എപ്പോഴും നമുക്ക് പറഞ്ഞു തരാറുള്ള ഒരു കാര്യമാണ്, 2 പേരുള്ളെങ്കിൽ 2 പേര്, ഒരാളുള്ളെങ്കിൽ അത്രയും പേര് അവിടെ ഒന്ന് ഇരിക്കാനായിട്ടുള്ള
മനസ്സ് കാണിക്കണം. ആ മീറ്റിംഗ് തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോ ആ കാര്യം ആ ഒരു രീതിയിൽ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന മദ്യാസക്തർക്ക് വേണ്ടിയുള്ള മാത്രമാണ് ആ സുഖപ്രാപ്തിയിലേക്ക് എത്താൻ ആഗ്രഹമുള്ളവർ അവിടെ വരും. അത് എത്ര പേരെന്നുള്ളതൊന്നുമില്ല. അവരുടെ പേരിലെ ഒരു പൈസയുടെ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഏഴാം പാരമ്പര്യം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണത്. ഒരു പണബാധ്യതകളില്ല. അതൊരു പുതുമക്കാരനെ സംബന്ധിച്ച് വല്ലാത്ത ഒരു ഒരു കാര്യമാണ്. കാരണം വരുമ്പോ എല്ലാ മേഖലകളും നശിച്ച്, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മേഖലകളൊക്കെ വല്ലാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ തന്നെയായിരിക്കും. അപ്പൊ എപ്പോഴും ചോദിക്കുക, എന്താണ് നിങ്ങളുടെ കൂട്ടായ്മയിൽ ചേരാനുള്ള പൈസ, എത്ര പൈസ വേണം, എത്ര ഫീസാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എന്താ പറയാ സ്നേഹത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, ഒരു പൈസ പോലും വേണ്ട സുഹൃത്തെ, നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ എന്ന് പറയുന്ന. അപ്പം നമ്മുടെ ഇതിനകത്ത് ചിന്തിക്കുമ്പം എങ്ങനെയാണ് പിന്നെ ഇത് നിലനിൽക്കുന്നത്? പലപ്പോഴും ഈ കൂട്ടായ്മയിലൂടെ ഇതിന്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടി വരുന്ന ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കും, ഒരു പൈസ ഇല്ലാണ്ട് നിങ്ങൾ എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്? അതൊരു അത്ഭുതകരമായ രീതിയിലാണ് പലരും ചോദിക്കുന്നത്. എപ്പോഴും ഒരു ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു പ്രോഗ്രാം ഇന്ന് ഭൂമിയിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കോംപ്ലക്സ് പേഴ്സണാലിറ്റിയെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അത്രമാത്രം സങ്കീർണമായ ഒരു രോഗത്തിന്റെ അടിമകളായ ആളുകളുമായി ഒത്തുചേർന്ന് പോകുന്ന ഒരു പരിപാടിക്ക് ഒരു പൈസ പോലും വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് ഒരു ദിവസത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെ നമ്മളൊക്കെ ധനികന്മാരായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ ലാഭത്തിലായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്താഗതി. അത് വളരെ തുറന്നു തന്നെ, ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല, ഞങ്ങൾ ആർക്കും ഒന്നും അങ്ങോട്ട് കൊടുക്കുന്നുമില്ല, ഞങ്ങളൊന്നും ഇങ്ങോട്ട് വാങ്ങുന്നുമില്ല, ഞങ്ങൾ ഇവിടെ പറയുന്നത് ഞങ്ങളുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും മാത്രമാണ് പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നിന്നുള്ള യാതൊരുവിധ പണബാധ്യതകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു 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 തുറന്നു പറച്ചിലോട് കൂടി നമുക്ക് ഏഴാം പാരമ്പര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ പുതുമക്കാരോട് നമുക്ക് പറയാൻ കഴിയുന്നു. അതുകൊണ്ട് ഒരു പൈസയുടെ ആവശ്യമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാം എന്ന് പറയുന്നു. അപ്പോ ആ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിൽ ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടായ്മകൾ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വളരെ ശക്തമായിട്ട് ഉണ്ടാവുകയും ചെയ്യണം. ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ ബർത്ത്ഡേ ടോക്കൺ സ്വീകരണ പരിപാടിയിലേക്ക് പോയി. അവിടെ ചെന്ന് അപ്പോ അവിടെ ഈ പറഞ്ഞ പോലെ ഓരോ കവറുകൾ, നമ്മുടെ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ആ ഒരു ടോക്കണും അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണവും ആ വിഷസ് നേർന്നിട്ടുള്ള പേപ്പറിന്റെ കഷ്ണവും ഒരു കവറും കൂടി നിലമങ്ങാട്ടുകലയിൽ 4 ടോക്കൺ സ്വീകരിച്ച സുഹൃത്തുക്കൾക്കും വിതരണം ചെയ്തു. വളരെ രസകരമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്, പല സ്ഥലങ്ങളിലും അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കണില്ല എന്നുള്ള ഒരു തോന്നല്. അപ്പൊ അവിടെ അധ്യക്ഷനായിട്ട് ഇരുന്ന ആള് വ്യക്തമായിട്ട് തന്നെ ഈ കോൺട്രിബ്യൂഷന്റെ ആവശ്യകത കൃത്യമായി പറയുകയും ചെയ്തു. നമ്മുടെ അംഗങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷം, പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ നിലനിൽക്കുമ്പോഴും നമുക്ക് ഒരു പൊതുവായ ഒരു ധാരണ, എപ്പോഴും നമ്മൾ വെറുതെ കിട്ടുന്നതിനോട് വലിയ താല്പര്യം കാണിച്ചിട്ടുള്ള ആളുകളാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഇപ്പോഴും ഓരോ സ്കൂളുകളിലും അല്ലെങ്കിൽ ഓരോ പരിപാടി ഹാളുകളിലും മർച്ചന്റ് അസോസിയേഷന്റെ ഹാളുകളൊക്കെ നമുക്ക് കിട്ടുമ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് കഴിയുന്നത് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും അത് എങ്ങനെ വെറുതെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്താഗതികളാണെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അല്ല, ചില സ്ഥലങ്ങളിലെങ്കിലും അങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് 1 രൂപയെങ്കിൽ 1 രൂപ അത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം. അവിടുത്തെ കറണ്ടിന്റെ പൈസ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഉപയോഗം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം എക്സ്പെൻസ് ഉള്ളതാണ്. നമ്മൾ അതിന്റെയെങ്കിലും ഭാഗം ഒന്ന് ചേർന്ന് അതിന് എന്തെങ്കിലും കൊടുക്കാനൊക്കെ നമ്മൾ തയ്യാറാവണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിഷയം ഇതല്ല, ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലുള്ള കമ്മിറ്റ്മെന്റ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ. ഒരു പുതുമക്കാരനോട് പറയുമ്പോൾ അവന്റെ മനസ്സിലും സംശയം തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് ഞങ്ങളുടെ തന്നെ സ്വന്തം കാലിൽ നിൽക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇവിടുന്ന് പുറമെന്ന് കോൺട്രിബ്യൂഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഞങ്ങൾക്കൊക്കെ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ്. 10 രൂപ ഇടാൻ കഴിയുന്നവൻ 10 രൂപ ഇട്ടാൽ മതി, അതിന്റെ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എന്തായാലും 60,000 രൂപ വരെ ജനറൽ സർവീസ് കോൺഫറൻസിലേക്ക് ഇപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇനി മറ്റു പോയിന്റ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാല്, അംഗങ്ങൾ കുടിക്കുന്നുണ്ടോ എന്ന്
ഒരു അംഗവും പരിശോധിക്കാറില്ല. ഇപ്പോ എന്താ പറയാ, ഒരു സ്പോൺസി ബന്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണെങ്കിലും അവര് വളരെ എന്താ പറയാ ഒതുക്കത്തില് ആരും കാണാതെയൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു കണക്കെടുപ്പൊന്നും ഒരു അംഗങ്ങളോ അല്ലെങ്കിൽ അവര് അതിലൂടെ സഞ്ചരിക്കുന്നവരോ ഒരു സ്പോൺസറോ ഒന്നും അങ്ങനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, കുടിച്ചിട്ട് ഇറങ്ങി വരുന്നത് കണ്ടു, കുടിച്ചിട്ട് കിരിയൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടാൽ പോലും കുടിച്ചോ എന്ന് ചോദിച്ചാൽ, കുടിച്ചാർന്നോ എന്ന് ചോദിച്ചാൽ കുടിച്ചില്ല എന്നാണ് ഉത്തരമെങ്കിൽ അത് വിശ്വസിക്കാനാണ് നമ്മളോട് കൂട്ടായ്മ പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തിപരമായ സംഭാഷണങ്ങൾ കടന്നു വരുന്ന കാര്യങ്ങൾ, അവൻ കുടിച്ച് ഇപ്പോഴും തകർത്ത് തരിപ്പണമായിട്ട് നടക്കുകയാണ്. പിറ്റേ ദിവസം കൂട്ടായ്മയിൽ വന്നിട്ട് അയാൾ തന്നെ പറയുന്നു, ഞാൻ കുടിച്ചിട്ട് ഇത്ര ദിവസമായി എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളിന്ന് പറയുന്ന ഒരു കാര്യം, കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാവരിലും പോസിറ്റിവിറ്റി കാണാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് അവരെന്താണോ പറയുന്നത്, ആ സുഹൃത്ത് എന്താണോ പറയുന്നത് അത് അനുസരിക്കുക, അല്ലെങ്കിൽ അത് കേൾക്കുക, അത് മനസ്സിലാക്കുക, അത് മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലൂടെയാണ് പോകാൻ നമ്മളോട് പറയുന്നത്. എന്താണോ മറ്റുള്ളവർ പറയുന്നത് അതിന്റെ മുഖവിലേക്ക് എടുക്കുക, അതിന്റെ നെഗറ്റീവ് വശത്തേക്ക് പോകാതെ അയാളെ വീണ്ടും വീണ്ടും കുടിക്കാതിരിക്കാൻ നമ്മളെ ചേർത്ത് നിർത്തുക. അതാണ്. അപ്പോ മദ്യാസക്തരെ സ്വയം കുടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കുടിക്കാതിരിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം അല്ല. ഞാൻ കുടിക്കാതിരിക്കുക, അത് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് എപ്പോഴും കടന്നു വരുമ്പോൾ സാധാരണക്കാരൻ ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ്, ഈ മതം മാറേണ്ടി വരുമോ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസങ്ങളെല്ലാം തകർത്തു പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്താഗതികളൊക്കെ കടന്നു വരാം. അപ്പൊ നമ്മുടെ കൂട്ടായ്മ എപ്പോഴും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഇതൊരു മതസംഘടനയല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താഗതികളും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും വെച്ച് പുലർത്താനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഏത് വിശ്വാസിയാണെങ്കിലും, ഇനി വിശ്വാസി അല്ലെങ്കിൽ പോലും നിരീശ്വരവാദികൾക്ക് പോലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിശ്വാസം വേണമെന്ന് ഒരിടത്ത് പോലും പറയുന്നില്ല. അത് ആ നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നുള്ള ഭാഗത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മള് വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. ഒരിക്കലും ഒരു വിശ്വാസം നിർബന്ധമാണെന്ന് കൂട്ടായ്മ പറയുന്നില്ല. അപ്പോ പ്രത്യേകിച്ച് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ വർഗവർണ്ണങ്ങളുടെ ഒന്നും ഇന്റർഫിയറൻസ് ഇല്ലാത്ത ഒരു പ്രോഗ്രാം, വ്യക്തമായിട്ടും സ്വതന്ത്രമായ ഒരു കൂട്ടായ്മ, അവരവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ. ഇനി അതൊന്നും അല്ലെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിനെ തന്നെ ഒരു വിശ്വാസത്തിൽ എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളും ഉണ്ട്. അപ്പോ കേട്ടിട്ടുണ്ട്, എന്താണ് ദൈവമേ എന്ന് പറയില്ലാത്ത ഒരു കൂട്ടായ്മയെ കുറിച്ച് അടുത്ത് ഞാൻ കേട്ടു. ദൈവമേ എന്നല്ല, ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം പറയില്ല. ആ ദൈവം എന്നുള്ള കൺസെപ്റ്റ് അവർക്കില്ല. അങ്ങനെയുള്ളവരും പ്രോഗ്രാം ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോ പിന്നീട് പറയുന്ന ഒരു വൈദ്യശാസ്ത്ര സംഘടനയല്ല. മരുന്നുകൾ നൽകുകയോ മനഃശാസ്ത്രപരമായ ഉപദേശങ്ങൾ നൽകുകയോ ചെയ്യുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോൺസി റിലേഷൻ ഒക്കെ ആണെങ്കിൽ പോലും അവിടെയും ഈ പറഞ്ഞ പോലെ കുറെ ഉപദേശങ്ങളും മനഃശാസ്ത്രപരമായ ഉപദേശങ്ങളൊക്കെ നൽകുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുകയോ അവരുടെ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക, ഇങ്ങനെയുള്ള ഒരു പരിപാടിയും ഏക്കില്ല. ഇതൊരു വൈദ്യശാസ്ത്രത്തിന്റെ പ്രത്യേകം മരുന്നുകൾ, ഇപ്പൊ എന്താണ് ഉറക്കമില്ല എന്ന് പറയുമ്പോൾ ചില അറിയാവുന്ന സഹോദരങ്ങൾ പറയാറുണ്ട്, ഇന്ന ടാബ്ലറ്റ് വാങ്ങി കഴിച്ചോളൂ. അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള നില വെച്ചിട്ട് ചിലപ്പോൾ ആ ടാബ്ലറ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിശപ്പില്ല എന്ന് പറയുന്ന സമയത്ത് ഇന്ന ടാബ്ലറ്റ് വാങ്ങി കഴിച്ചോളൂ, ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും ഒരു ശരിയായ രീതി അല്ല എന്നാണ് പറയുന്നത്. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള ഒരു രോഗാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ രണ്ടു മേഖലയിലും ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നിങ്ങൾ കാണുക. അത് മാത്രമാണ് നമ്മൾ പറയാനുള്ളത്. മാനസികമായ ഒഴിയാബാധ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആ അവസ്ഥ വളരെ തീക്ഷ്ണമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ തരാൻ കഴിയുന്ന ഡോക്ടേഴ്സിനെ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു മരുന്ന് എഴുതുന്ന ആളോ അല്ലെങ്കിൽ മരുന്ന് സജസ്റ്റ് ചെയ്യുന്ന ആളോ ഒന്നുമല്ല. അങ്ങനെയുള്ള യാതൊരുവിധ ഉപദേശങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല. 5ാമത്തെ പോയിന്റ് പറയുന്നത് ആശുപത്രികളോ ആരോഗ്യ രക്ഷാ കേന്ദ്രങ്ങളോ നടത്തുകയോ നഴ്സിംഗ് സേവനങ്ങൾ ചെയ്യുകയോ
നൽകുകയോ ചെയ്യാറില്ല. ആശുപത്രികള് നമുക്കില്ല. നമ്മൾ പലപ്പോഴും വളരെ തെറ്റിദ്ധാരണയോട് കൂടി, ഞാൻ ആദ്യം എന്റെ അനുഭവം പറഞ്ഞ പോലെ തന്നെ തെറ്റായ ഒരു ധാരണ പറയാറുണ്ട്. നമ്മളിപ്പോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ ഒരാളെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ആദ്യം എന്റെ മനസ്സിൽ തോന്നിയ പോലെ തന്നെ ഒരു ചിന്താഗതി വരും. ഇത് ഇയാൾക്ക് ഷെയർ ഉള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും സംതിങ് കിട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് എന്നെ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്തതെന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അവിടെ അങ്ങനെയുള്ള ഇത് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ, ഒരു ഡി അഡിക്ഷൻ അത്യാവശ്യമാണ്, ഡി അഡിക്ഷന് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരോട്, അല്ലാതെ ഒരാൾ പോലും കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ആദ്യ ദിവസം തന്നെ ഒരിക്കലും ഒരു ഡി അഡിക്ഷൻ നമ്മൾ ആരും പറയാറില്ല. അയാളുടെ ശാരീരിക അവസ്ഥകൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ചികിത്സ തീരെ വയ്യാത്തൊരു അവസ്ഥയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ആ ഹോസ്പിറ്റലുകളുടെ പേര് പറയുമ്പോഴും പല ഹോസ്പിറ്റലുകൾ പറയാൻ പലപ്പോഴും ശ്രമിക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്: ഒരു സ്ഥലം മാത്രം പറഞ്ഞാൽ അവിടെ ഇങ്ങനെയുള്ള ചില കമ്മിറ്റ്മെന്റുകളുടെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് ചിന്തിക്കാൻ ഒരു മധ്യാസത്തിന് ഒരുപക്ഷെ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ പല ഹോസ്പിറ്റലുകളും, ഞാനിപ്പോ പറയാറുണ്ട്, മാനന്തവാടി ഡി അഡിക്ഷൻ ഉണ്ട്, ചാവക്കാട് നമ്മുടെ രാജാ ഹോസ്പിറ്റലുണ്ട്, ഇങ്ങനെ ഇങ്ങോട്ട് ഒരു 4-5 സ്ഥലങ്ങൾ അങ്ങ് ഒന്നിച്ചങ്ങ് പറയും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് ശരിയാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു സ്ഥലം മാത്രം പറയണതിനേക്കാളും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അത്യാവശ്യമാണ് ഡി അഡിക്ഷന് പോകണമെന്ന് മാത്രം പറയുന്നവരോട് പറയുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ആളൂരുണ്ട്, ഇതുണ്ട്, പിന്നെ നമ്മുടെ മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3-4-5 സ്ഥലങ്ങൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പോവുക, നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പറുകൾ ഏതാണ് സെലക്ട് ചെയ്തിട്ട് നമ്പർ ചോദിച്ചാൽ ഞാൻ നമ്പറും പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അങ്ങനെ വിടാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലുകളെയും നമ്മൾ ഇത് ചെയ്യാറില്ല. പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ആശുപത്രികളും ആരുടെ പേര് പറയുന്നില്ല, പക്ഷെ നിങ്ങളെ അവിടെ പലരെയും നിങ്ങളുടെ മീറ്റിങ്ങുകൾ ഇവിടെ നടക്കണ്ടല്ലോ, നിങ്ങളെ പലരെയും അവിടെ കാണാറുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അത് വേറെ കാര്യം. നമ്മൾ പല സ്ഥലങ്ങളിലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള അനോണിമിറ്റി ഇല്ല. നമ്മൾ വ്യക്തികൾക്ക് മാത്രമാണ് അനോണിമിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കൂട്ടായ്മയുടെ ഒരു വക്താവായിട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ പുറത്ത് പരസ്യപ്പെടുത്താറില്ല. അപ്പോൾ ആ പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലുള്ള പരസ്യപ്രചാരണത്തിനൊന്നും പോകാറില്ല. പക്ഷെ പല ചികിത്സാലയങ്ങളിലും നമ്മുടെ അനുഭവങ്ങൾ, അവിടെയുള്ള മദ്യാസക്തരാണ് നമ്മുടെ കൺസേൺ. ആ കിടക്കുന്ന മദ്യാസക്തർക്ക് നമ്മുടെ സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യാറുണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. ഇപ്പോ പല ചികിത്സാലയങ്ങളും അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലൊക്കെ നമ്മളെ ചിലപ്പം ഉപയോഗിക്കുന്ന രീതിയിലും അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ പല സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അതെന്തോ ആവട്ടെ, നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ കൺസേൺ ഒറ്റ കാര്യം: അവിടെ കിടക്കുന്ന മദ്യാസക്തൻ അവന്റെ ജീവിതാവസാനം വരെ അടിമയായ ഒരു രോഗത്തിന്റെ അടിമയാണ് അവൻ. അവന്റെ മരണത്തോടു കൂടിയാണ് അവന്റെ രോഗം അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രോഗത്തിന് ഒരു ചികിത്സ ആവശ്യമാണ്. ആ ചികിത്സ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ പല ചികിത്സകളും എടുത്ത് അവസാനം എയിൽ എത്തിപ്പെട്ടു. എയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇന്ന് ഒരു ദിന പരിപാടിയിലൂടെ സന്തോഷകരമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഈ സാധനം അല്ലെങ്കിൽ ഈ കാര്യം നമ്മൾ അവിടെ ചെന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം. അല്ലാതെ നമ്മൾ ഒരു ആശുപത്രികളോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതോ അല്ലെങ്കിൽ അവരെ എന്താണ്, ഇതൊന്നും നമ്മളെ കാര്യങ്ങളല്ല. നമ്മൾ ഈ പറഞ്ഞ പരിപാടികളൊന്നും നടത്തുന്നുമില്ല. ആരോഗ്യ രക്ഷാ കേന്ദ്രങ്ങളോ നടത്തുകയോ നഴ്സിംഗ് സേവനങ്ങൾ നൽകുകയോ ഒന്നും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഒരു AA ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു AA മെമ്പർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഒരേ സമയത്ത് തന്നെ ഒരു AA മെമ്പറുമാണ്, അതോടൊപ്പം തന്നെ ഞാനൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പം ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ എനിക്കിത് എന്തു വേണമെങ്കിലും ആവാം. പക്ഷെ അവിടെ ഒന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് ഒന്നും വലിച്ചഴക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ആശുപത്രിയുടെ കേസ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഓർത്താണ്. അപ്പൊ അവിടെ ഒന്നും എയുടെ പേരുകൾ വലിച്ചഴക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പൊ അല്ലാതെ വ്യക്തികൾക്ക് ഇത് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അവിടെ ആ വ്യക്തികൾ പോകുമ്പോഴും ഒരു AA മെമ്പർ എന്നുള്ള കാര്യം വരാതിരിക്കാനും അല്ലെങ്കിൽ AAയുടെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ മറ്റുള്ളവർ കാണാതിരിക്കാനും നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്.
എക്ക് മറ്റ് സംഘടനകളുമായും യാതൊരു ബന്ധവുമില്ല. പക്ഷെ മദ്യാസക്തിക്കെതിരെ പടപൊരുതുന്ന സംഘങ്ങളുമായി സഹകരിക്കാറുണ്ട്. ചില അംഗങ്ങൾ അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ പ്രതിനിധി എന്ന നിലയ്ക്കല്ല എന്ന സ്വന്തം നിലയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരിക്കലും ഒരു സ്വന്തം നിലയിലല്ലാതെ ഒരു എയുടെ ഒരു വക്താവായി മാറാനായിട്ട് നമ്മൾ ഇതില്ല. അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ, ഇപ്പൊ ഞങ്ങൾ ഇവിടെ പല പബ്ലിക് ഇൻഫർമേഷൻ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവിടേക്ക് ഈ മദ്യവിരുദ്ധ സമിതിക്കാരെ ക്ഷണിക്കാറുണ്ട്. മദ്യവിരുദ്ധ സമിതിയുടെ ഇപ്പൊ ഇവിടെ ഒരു ആരക്കുഴയിലുള്ള ഒരു സണ്ണി മാതേക്കൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. ഭയങ്കര മദ്യവിരുദ്ധ സമിതിയുടെ ഭയങ്കര ആളാണ്. അതുപോലെ KCBCയുടെ മെമ്പേഴ്സ്, ഇവരൊക്കെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഒന്നിച്ച് നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ അങ്ങോട്ട് ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയോടൊപ്പം നിങ്ങൾക്കും വരാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്താണ് നിൽക്കുന്നുള്ളൂ. കാരണം നമുക്ക് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഒരു അഫിലിയേഷൻ എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനകത്തൊക്കെ നമ്മൾ ഒരു പക്ഷെ അവരുടെ ഒരു പരിപാടിക്ക് നമ്മളെ വിളിച്ചാൽ നമ്മൾ പോയി സംസാരിക്കും. നമ്മുടെ അനുഭവങ്ങൾ ആയിട്ടല്ല, മറ്റൊരാളുടെ അനുഭവങ്ങളായിട്ട് പബ്ലിക് ഇൻഫർമേഷൻ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ അനുഭവങ്ങളായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ സ്വന്തം കഥ പരസ്യമായിട്ട് നമ്മൾ പറയാറില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള സംഘടനകളൊക്കെ ആയിട്ട് എന്താ പറയാ, ഒരു ബന്ധപ്പെട്ട് നിന്ന് പോകുന്ന രീതിയിലല്ല. അത്യാവശ്യം എന്തെങ്കിലും ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടിയാൽ അതും അവിടെയും നമ്മുടെ കൺസേൺ ഒറ്റ കാര്യം മാത്രമാണ്, അവർക്കറിയാവുന്ന ആളുകൾ ആയിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന മേഖലകളിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം എത്തിപ്പെടുക. ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ അവിടെ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ നമ്മുടെ ഈ മൂവാറ്റുപുഴയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ കൂട്ടായ്മ വന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട്, നിങ്ങൾ ഇത്രയും ആളുകളൊക്കെ ഇങ്ങനെ നന്നായി പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റ് സേവന പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുത്ത് നടത്തിക്കൂടാ? അതായത് ഐ ഡൊണേഷൻ, ബ്ലഡ് ഡൊണേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ? അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്രയോ ആളുകളെ സഹായിക്കാൻ കഴിയും. എന്തായാലും ഇങ്ങനെ ഒരു നല്ല ഒരു കൂട്ടായ്മയായിട്ട് നിങ്ങൾ പോകുന്നുണ്ടല്ലോ, അപ്പോ അതെന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോ നമ്മൾ പറയുന്ന ആ ഒരു സിംഗിൾനെസ് ഓഫ് പർപ്പസ്, നമ്മളെ പരമ പ്രാധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ ഊന്നിക്കൊണ്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കൂട്ടായ്മ ഇത്രയും രാജ്യങ്ങളിലേക്ക് ഈ കൂട്ടായ്മ പടർന്ന് പന്തലിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് പല പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ കഴിയുന്ന ആളുകളല്ല. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരേ സമയത്ത് ഫോൺ വിളിക്കുകയും മറ്റേ കൈകൊണ്ട് എഴുതുകയും മറ്റേ കൈകൊണ്ട് സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മൾ ചെയ്യാൻ പോയാൽ നമ്മുടെ കാര്യം അധോഗതിയാവും. ഒരു കാര്യം പോലും വ്യക്തമായി ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കാര്യം, ഒരൊറ്റ കച്ചവടമേ ഉള്ളൂ, ഒറ്റ ബിസിനസ്സേ ഉള്ളൂ, അത് ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന മദ്യാസക്തനിലേക്ക് സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ്. വേറെ ഒരു പരിപാടിയില്ല. അവന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പണമോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളോ, ഇതൊന്നും നമ്മുടെ കൂട്ടായ്മ ഒരിടത്ത് പോലും പറയുന്നില്ല. സാമൂഹ്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാറില്ല. പാർപ്പിടമോ ഭക്ഷണമോ വസ്ത്രമോ ജോലിയോ പണമോ ഒന്നും അംഗങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നില്ല. അവിടെയൊക്കെയാണ് പണത്തിന്റെ ആവശ്യം വരുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ പരിപാടികളിലൂടെയൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കാൻ പോയാൽ നമുക്കറിയാം. ഞാൻ പണ്ടൊരു ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സുഹൃത്ത് ഷെയർ ചെയ്തു, എന്റെ സ്ഥലത്തിന്റെ ആ കോർണറിൽ ഒരു 5 സെന്റ് സ്ഥലം ഞാൻ അവന് ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവൻ അതിനകത്ത് വീട് വെച്ച് താമസിക്കുകയാണ് എന്നൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെയുള്ള വളരെ ദയാലുക്കളായിട്ടുള്ള സന്മനസ്സുള്ള ഒത്തിരി സഹോദരങ്ങൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് അവിടെ ഒന്നും വ്യക്തികൾക്ക് ഇതൊക്കെ ആവാം, പക്ഷെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, വസ്ത്രമോ ജോലിയോ പണമോ, ജോലിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക, വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അതുപോലെ പണം സഹായിക്കുക. പണമൊക്കെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നലത്തെ നമ്മുടെ ഈ ഗ്രൂപ്പില് തൊട്ടു മുമ്പ് നമ്മുടെ സുഹൃത്ത് ഷെയർ ചെയ്ത പോലെ തന്നെ ആ പൈസയുടെ ഒരു കാരണം ഉള്ളത് കൊണ്ട് ആ സുഹൃത്ത് മീറ്റിംഗ് മുടക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു ദുരിതം കണ്ടുകൊണ്ട് നമ്മളൊരു സഹായം ചെയ്തത് ഇപ്പൊ യഥാർത്ഥത്തിലുള്ള ആ പ്രൈമറി പർപ്പസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചത് കൊണ്ട്
നമുക്കിപ്പം നഷ്ടപ്പെട്ടത് ഒരു സഹോദരന്റെ ജീവിതമാണ്. അപ്പം ഒരു പക്ഷേ നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെ ഇത് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നമ്മളോട് ഈ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന കാര്യം, ഒരു പക്ഷേ 500 ചോദിച്ചാൽ 100 ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ 100 കൊടുക്കുമ്പോഴും നമ്മൾ വിചാരിക്കുക ഈ 100 തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെ കിട്ടാതെ വന്നാലും എനിക്ക് ഇതും കൊണ്ട് ഒരു നഷ്ടം സംഭവിക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. എന്റെ പഴമക്കാരന് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ പലരോടും കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ, അതുപോലെ പിന്നീട് ഞാൻ കൊടുക്കേണ്ടി വരുന്ന കടം കൊടുക്കേണ്ടി വരുന്ന സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ഉപേക്ഷിച്ച് കൊടുക്കാം, ഒരിക്കലും തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിലും നിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഒരു വലിയ നഷ്ടങ്ങൾ വരില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആ തുക മാത്രം കൊടുക്കാൻ തയ്യാറാവുക. ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും അങ്ങനെ കൊടുക്കേണ്ടി വന്നാലും അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള അവനോട് ഒരു മാനസിക അകൽച്ച ഉണ്ടാവുന്നോ, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ അയ്യോ എനിക്കത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾ നടക്കില്ലോ എന്ന് ചിന്തിക്കണോ, അങ്ങനത്തെ അവസ്ഥകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കരുത് എന്ന് തന്നെയാണ് കൂട്ടായ്മ പറയുന്നത്, കൂട്ടായ്മയിലൂടെയുള്ള പഴമക്കാർ പറഞ്ഞിരുന്നത്. അതുപോലെ നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഈ ജയിലുമായിട്ട് ബന്ധപ്പെടുന്ന മീറ്റിങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇതുവരെ ആ മേഖലയില്, മൂവാറ്റുപുഴ മേഖലയിലൊന്നും അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൈവയ്ക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. ആ ധൈര്യം ഉണ്ടാവാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും തെറ്റായി ചെയ്യരുത് എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അപ്പോ ജയിലിലേക്ക് നമ്മൾ സന്ദേശം കൊടുക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് പറയും, ചേട്ടാ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ, എനിക്കൊരു ജോലിയുടെ കാര്യം ഒന്ന് സെറ്റ് ചെയ്ത് തരണേ, അല്ലെങ്കിൽ എനിക്കൊരു കുറച്ച് ഫിനാൻഷ്യലി കാര്യങ്ങളുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ, അല്ലെങ്കിൽ ഒരു വീട് ഒന്ന് വാടകയ്ക്ക് എടുത്ത് തരണേ. അപ്പം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ സംബന്ധിച്ച് അവന് ഏത് സമയത്താണ് അവന് മറ്റൊരു രീതിയിലേക്ക് ചിന്തിച്ചു പോകാൻ കഴിയുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? എന്ന പേരിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിന്റെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ, ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ നമ്മുടെ കൂട്ടായ്മ അനുവദിക്കുന്നില്ല. മദ്യാസക്തരെ സുബോധത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്നു. അങ്ങനെയായാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് സ്വയം നേടിയെടുക്കാൻ കഴിയും. അയാളെ വീണ്ടും വീണ്ടും കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് അയാൾക്ക് തന്നെ സ്വന്തം നേടിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കൂട്ടായ്മ അയാളെ പ്രാപ്തമാക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. അതായത് അവനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും, ഒരു പുതുമക്കാരനെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. 500 രൂപയ്ക്ക് കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ കുടിയിൽ നിന്ന് 500 നിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവില്ലേ എന്ന് നമുക്ക് ചോദിച്ച്, അയാളൊരു ലാഭത്തിലാണ് ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു മാസമാകുമ്പോൾ ഇത്ര പൈസകളൊക്കെ അയാൾക്ക് ബാക്കി വെക്കാൻ പറ്റും. അതുകൊണ്ട് അയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റീസ് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തേക്ക് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാം. ഇങ്ങനെ അയാൾ ഒരു ലാഭത്തിലാണെന്ന് അയാളെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഗ്രൂപ്പുകൾക്ക് തീർച്ചയായിട്ടും പുതുമക്കാരെ പിടിച്ചു നിർത്താൻ കഴിയും എന്ന്. അതിപ്പോ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പോലും എല്ലാ മേഖലയിലും അദ്ദേഹം ഒത്തിരി പോസിറ്റിവിറ്റിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഒത്തിരി ലാഭത്തിലൂടെയാണ് അയാൾ സഞ്ചരിക്കുന്നതെന്ന് ഓരോ മദ്യാസക്തനെ നമുക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് സ്വന്തം നേടിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ ആ പ്ലസ് പോയിന്റ്സ് ഒന്നും ഒരു പക്ഷെ ഒരാളും ചിന്തിക്കില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എന്റെ കൂട്ടായ്മയിൽ ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ ചിന്തിച്ച ഏറ്റവും വലിയ കാര്യം, അപ്പുറത്ത് ഒരുത്തൻ കാറ് മേടിച്ചേക്കണു, അപ്പുറത്ത് വേറൊരുത്തൻ ഫ്ലാറ്റ് വാങ്ങിച്ചേക്കണു, ഇവിടെ ആണെങ്കിൽ കയറി കിടക്കാൻ വീട് പോലും ഇല്ല. 6ഓളം വാടക വീടുകളിൽ കൂടി മൂവാറ്റുപുഴ ടൗണിൽ കൂടി അലഞ്ഞു കിടക്കാണ്. ഒരു വാടക വീടിന്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത വാടക വീട് പോവാണ്. അപ്പൊ ഈ വാരി കെട്ടിക്കൊണ്ട് ഈ ഓട്ടം തന്നെയാണ്. അങ്ങനെ നിൽക്കുമ്പോ ഞാനൊരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചിട്ട് 3 വർഷമായിട്ടേ ഉള്ളൂ. കൂട്ടായ്മയിൽ വന്ന് 7 വർഷങ്ങൾക്ക് ശേഷമാണ്, 7.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീട് വാങ്ങുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പം മറ്റുള്ളവർ പറയുന്നു അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കും ഇത് എന്താ പറയാ ഒരു സാധ്യമാണെന്നൊരു ചിന്താഗതി അല്ല ആദ്യം കടന്നു വരുന്നത്. എപ്പോഴും അവിടെ അങ്ങനെ ബെനിഫിറ്റ്, ഇവിടെ ഇങ്ങനെ ബെനിഫിറ്റ്, എന്റെ കാര്യത്തിൽ മാത്രം ഒരു ഇടപെടലും ഇല്ല, എന്നെ ദൈവം ഒഴിവാക്കിയിട്ടുള്ള ആളാണ്, എനിക്ക് ഒന്നും നടക്കില്ല ഇങ്ങനെ പറയുന്ന ആ ഒരു നെഗറ്റീവ് മെന്റാലിറ്റിയാണ് എപ്പോഴും എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അത് തന്നെയാണ്.
ഓ അവന് അങ്ങനെയുള്ള ബെനിഫിറ്റ് കിട്ടി, ഇവന് ഇങ്ങനെയുള്ള ബെനിഫിറ്റ് കിട്ടി, നമ്മുടെ കാര്യത്തിൽ മാത്രം ഒരു രക്ഷയില്ല, നമ്മൾ ഇന്നും വാടകയ്ക്കാണ്. ഇങ്ങനെയൊക്കെ ഒരു 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 ചിന്താഗതിയാണ് ആദ്യ കാലഘട്ടം. അപ്പോ നമുക്കൊരു കൂട്ടായ്മയിൽ ഒരു പുതിയ മദ്യാസക്തം വന്നാൽ ഒരു ടെമ്പററി സ്പോൺസറെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ടെമ്പററി സ്പോൺസർക്ക് ഈ പുതുമക്കാരനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ദിവസത്തെ കുടിയിൽ നിന്ന് മാറിയിരിക്കുന്നതിലൂടെ നീ ഇന്ന പോലെ ഇത്ര ലാഭത്തിലാണ്, നിന്റെ കുടുംബാംഗങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു, നിന്റെ മക്കള് നീയായിട്ട് ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളിലും, നിന്റെ ജോലി സ്ഥലത്ത് സമാധാനം, ഇങ്ങനെ എല്ലാ മേഖലയിലും നീ ഒരു പോസിറ്റീവായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ അനാമധേയത്വം കാത്തു സൂക്ഷിക്കുന്നു. TV, പത്രമാധ്യമങ്ങൾ എന്നിവയിൽ എയുടെ അംഗങ്ങൾ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കാറില്ല. എയ്ക്ക് പുറത്തുള്ളവരോട് മറ്റംഗങ്ങളുടെ പേരുകൾ പറയാറില്ല. നമുക്കറിയാം, ഇപ്പൊ എനിക്ക് ഈ ഒരു പേരിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞപ്പോ ഈ ടൗണിലുള്ള ഒരാള് തന്നെയാണ്, ടൗണിന്റെ തൊട്ടടുത്താണ് അയാളുടെ വീട്. അയാള് ഒരിക്കലും ആ സ്ഥലം പറയാൻ തയ്യാറാവുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു പഴമക്കാരനായ മെമ്പർ വീണ്ടും വീണ്ടും കിള്ളിച്ചു ചോദിക്കുക, ആ NSSന്റെ ഓഡിറ്റോറിയത്തിന്റെ അപ്പുറത്തോടെയാണോ ഇപ്പുറത്തോടെയാണോ? ഇയാളെ പുതിയ ഒരാള് വന്നിരിക്കുന്നേ ഉള്ളൂ, വന്ന് മീറ്റിംഗിൽ ഇരിക്കുന്ന ഫസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ അടുത്ത്, ഇത് വേറൊന്നുമല്ല, നമ്മുടെ അടുത്തുള്ള ഒരാളാണല്ലോ, അപ്പൊ അത് എവിടെയാ വീടെന്നൊന്നും അറിയാൻ വേണ്ടിയാണ് നമ്മുടെ പഴമക്കാരൻ ഇതൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അങ്ങേര് ഇങ്ങനെ മാറിക്കളിക്കുക. ഞങ്ങൾക്ക് 2-3 പേർക്ക് ഇത് മനസ്സിലായി, ഇദ്ദേഹം പറയാൻ വിമുഖത കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ പതുക്കെ മറ്റേ പുള്ളിയുടെ പുറത്ത് ഇങ്ങനെ തോണ്ടിട്ട് പറഞ്ഞു വിട്ടേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം ഇങ്ങനെ സംശയാസ്പദമായ ചിന്താഗതിയിൽ വന്നിരിക്കുന്ന ഒരാളോട് അയാൾ ആരാണെന്നോ അയാൾ എന്താണെന്നോ അയാൾക്കിടെ അയാൾ എന്തിനാണ് ഇവിടെ, അങ്ങനത്തെ ഒരു ചിന്താഗതികൾ, ചോദ്യ ഉത്തരങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ആവശ്യം ആ കൂട്ടായ്മയിലേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മദ്യപാനം നിർത്താനുള്ള ഒരു ആഗ്രഹം ഉള്ളവനായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം ഇവിടെ സാധ്യമാവട്ടെ എന്ന് മാത്രം പറയാനേ നമുക്ക് കഴിയുള്ളൂ. ചിലര് എഴുന്നേറ്റ് നിർത്തിച്ച് പേര് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ പേര് പറയൂ എന്ന് പറയാറുണ്ട്, ഒന്ന് പേര് പറഞ്ഞ് ഹായ് പറയൂ എന്ന് പറയാറുണ്ട്. ഇതൊന്നും എയുടെ കാര്യങ്ങളിൽ പെട്ട കാര്യങ്ങളല്ല. അങ്ങേര് ചിലപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന വീട്ടുകാരനായിരിക്കും, തൊട്ട അയൽവക്കംകാരനായിരിക്കും അപ്പുറത്ത് വന്നിരിക്കണം. അപ്പൊ പുള്ളി ഇങ്ങനെ പാത്ത് വന്നിരിക്കായിരിക്കും. ഇപ്പോഴാണ് പ്രത്യേകിച്ച് മാസ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യന് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ പതുങ്ങി വന്നിരിക്കുന്ന ആളോട് അയാളൊന്ന് എഴുന്നേറ്റ് വന്നിട്ട് പേര് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊക്കെ ഒരു ബുദ്ധിമുട്ട്. നമുക്കിപ്പോ ആ പേര് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെയൊക്കെ ചിന്താഗതികളിലൊക്കെ ഈ മറവി രോഗങ്ങളൊക്കെ വെച്ചുകൊണ്ടൊന്നും ഓർത്തിരിക്കാനൊന്നും പോണില്ല. അപ്പൊ തുടക്കത്തില് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ മീറ്റിംഗിന്റെ സമയത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് പേരൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ സ്ഥലം എവിടെയാന്നൊക്കെ ചോദിക്കാം. അത് ഇദ്ദേഹം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം, അദ്ദേഹത്തെ വേറെ ഒരു സാധനത്തിലും കൊണ്ട് ചേർക്കാൻ കൊണ്ടുവന്നേക്കണതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇതൊക്കെ ആവാം. അതിനു മുമ്പായിട്ട് വളരെ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റായ രീതിയിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. എയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ അംഗങ്ങൾ ജാള്യതയുള്ളവരല്ല. മറ്റ് മദ്യാസക്തർ സഹായത്തിനായി എയെ സമീപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നേ അവർക്ക് ആഗ്രഹമുള്ളൂ. സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്നതിന്റെ പേരിൽ സ്വയം നായകന്മാരോ ആകാൻ എ അംഗങ്ങൾ ശ്രമിക്കാറില്ല. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു എക്സിബിഷനിസം എന്നൊക്കെ പറയും. അത് എന്താ പറയാ, അത് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു സാധനമാണ്. നമ്മൾ കുടിക്കാതിരിക്കുന്നു, നമ്മള് കുറച്ച് മിടുക്കനൊക്കെ ആയി, ശരീരത്തിലൂടെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആയി, ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നു എന്നൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ, ഒരു എക്സിബിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതിനുള്ള സാഹചര്യം, അതിന് നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് എയിലുള്ളതും. കാരണം ഒരല്പം സേവനവും ഒരല്പം ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഞാനൊരു സംതിങ് ആണ്, ഞാനൊരു മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തനാണ്, കണ്ടോ എന്നെ തന്നെ പിടിച്ച് സെക്രട്ടറി ആക്കിയത് കണ്ടോ, അല്ലെങ്കിൽ എന്നെ പിടിച്ച് ചെയർമാൻ ആക്കിയത് കണ്ടോ. ഇങ്ങനെ ഒരു ചിന്താഗതികൾ സ്വയം പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയേക്കാം. അവിടെ കൂട്ടായ്മ പറയുന്ന ഒരു കാര്യം, ആത്യന്തികമായിട്ട് നമ്മുടെ കമ്മിറ്റ്മെന്റ് ദൈവത്തോട് മാത്രമാണ്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരോടോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഡെയിലി റിഫ്ലക്ഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഞാൻ മറ്റുള്ളവരുടെ കയ്യടികളെയോ മറ്റുള്ളവരുടെ ഇകഴ്ത്തലുകളെയോ ഞാൻ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ആകെ എനിക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് എന്റെ ഈശ്വരനോട് മാത്രമാണ്. എന്നെ സുബോധവാനാക്കിയ എന്റെ ദൈവത്തിന് അറിയാം ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്താണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ, അത് ഞാൻ പൂർണ്ണമായി നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമായിരിക്കണം. അല്ലാതെ
ഒരു ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു ഒരു ഒന്നിന്റെയും ഒരു അവസാന വാക്കാവാൻ ഞാൻ ആഗ്രഹിക്കരുത്. ഒന്നിന്റെയും ഒരു അവസാന വാക്കാവാതെ ആ കൂടിയ കൂട്ടത്തിൽ നിലനിന്ന് പോവുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ഒരിക്കലും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളല്ല എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഞാൻ വളരെ കൃത്യമായി വെച്ചു പുലർത്തണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 10ാമത്തെ പോയിന്റ് പറയുന്നത് ഒരിക്കലും മറ്റ് കാര്യങ്ങളിൽ ഒന്നും ശുപാർശ കത്തുകൾ ഒന്നും നൽകുന്നില്ല. യാതൊരു വിധത്തിലുള്ള ശുപാർശ കത്തുകൾ ഒന്നും നൽകുന്നില്ല. നമുക്കറിയാം നമ്മുടെ പല പല പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഇപ്പൊ നമ്മള് ഒരു ചെറിയ ഇൻസിഡന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പരോൾ ബോർഡ് എന്ന് പറയുന്ന സാധനം കേട്ടപ്പോ തന്നെ ഞാൻ അടുത്ത ഇടയിൽ ഒരു 5-6 മാസം മുമ്പ് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ ഏറ്റവും ഒരു നമ്പർ 1 ക്രിമിനലിനെ നമ്മുടെ ഒരു സുഹൃത്ത് വഴി പുള്ളി കൂട്ടായ്മയിൽ വരാനിടയായി. അപ്പോ കൂട്ടായ്മയിൽ വന്ന് ഒരു വർഷം തികയുന്നതിന് മുമ്പായിട്ട് ഒരു 3 മാസം 4 മാസം ഒക്കെ ആയപ്പോഴത്തേനും കാപ്പ നിയമപ്രകാരം ഈ സഹോദരനെ ജയിലിൽ അടയ്ക്കാനായിട്ട് തീരുമാനമായി. കണ്ണൂർ ജയിലിലേക്ക് പുള്ളിനെ കൊണ്ടുപോയി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഈ മനുഷ്യനെ അവിടെ ഇതായപ്പോഴും പുള്ളി പോകുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മുടെ സഹോദരങ്ങൾ അവിടെ എത്തി, എവിടെ നമ്മുടെ ഈ സ്റ്റേഷനിൽ എത്തിയിട്ട് പുള്ളിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ എത്തിയിട്ട് നമ്മുടെ ഒരു ബിഗ് ബുക്കും ഒരു 12 പുസ്തകവും നമ്മുടെ ഒരു മറ്റേ ഡെയിലി റിഫ്ലക്ഷനും പുള്ളിയുടെ കയ്യിൽ ഒരു പൊതി കെട്ടി കൊടുത്തു. അപ്പൊ പോലീസുകാർ ചോദിച്ചത് എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സാറേ ഇന്ന പോലെ ഇവനിപ്പോ കുടിക്കാതിരിക്കുകയാണ്, അതുകൊണ്ട് ഇവന് വായിക്കാനുള്ള പുസ്തകങ്ങളാണെന്ന് പറഞ്ഞു. ഇവൻ ഈ പുസ്തകവും പോയിട്ട് കെട്ടിപ്പിടിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ 3 മാസം കിടന്നു. ആ കിടന്ന കിടപ്പിനകത്ത് അവരെല്ലാം ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അതിനകത്തുള്ള നടപ്പും ഇവന്റെ പുസ്തക വായനകളും എല്ലാം മനസ്സിലാക്കി അവരവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ഇവനെ 3 മാസം കഴിഞ്ഞിട്ട് 2 മാസം എനിക്ക് തോന്നുന്നു 2 മാസം കഴിഞ്ഞപ്പോ തന്നെ ആ പരോൾ ബോർഡിലേക്ക് ഇവര് റെക്കമെൻഡ് ചെയ്തു. അതായത് അവിടത്തെ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ റെക്കമെൻഡ് ചെയ്തു, ഇവനിപ്പോ ഒരു നല്ല നടപ്പാണ്, ഇവൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തു. ഈ സ്റ്റേഷനിലെ SI ഉൾപ്പെടെയുള്ള CI ഉൾപ്പെടെയുള്ള ആളുകളെ ആ ബോർഡ് വിളിച്ചു വരുത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ഒരേ സ്വരത്തിൽ പറഞ്ഞു, ശരിയാണ് സാറേ, ഇവൻ ഇത്ര കാലമായിട്ട് കുടിച്ചിട്ടില്ല, എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കേണ്ടത്. അത്ഭുതകരമായ ഒരു അവസ്ഥ ഉണ്ടായത് അപ്പൊ തന്നെ അവനെ റിലീസ് ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം സഹോദരങ്ങളെ, ഞാൻ ഒരു എന്താ പറയാ, ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് ഈ പറയുന്നത്. സത്യമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മൂവാറ്റുപുഴ മേഖലയിലുള്ള ആൾക്കാർക്ക് അന്വേഷിച്ച് നോക്കാം. ഇന്ന് വളരെ സജീവമായിട്ട് നമ്മുടെ ഈ മേഖലയിലുള്ള ഒരു നല്ല പ്രവർത്തനമായി ഞങ്ങളോടൊപ്പം തന്നെ ആ സുഹൃത്തുണ്ട്. അപ്പോ ഇത് ഈ ആദ്യം പറഞ്ഞ കാര്യമാണ്. ആ 8ാമത്തെ പോയിന്റ് പറഞ്ഞാണ്, ഇത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ പ്രവർത്തിക്കും. അതിന് ഒരാളെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ആരെങ്കിലുമൊക്കെ ഇപ്പൊ ഈ പുസ്തകം കൊണ്ട് പോയപ്പോ ഇവിടെ ഇങ്ങനെ അവർ വാച്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടെന്നോ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്നോ ഒരിക്കലും ആരും വിചാരിച്ചിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായി പോയി. ദൈവമേ, ഒരുത്തൻ രക്ഷപ്പെടാൻ പോകുമ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കാണല്ലോ അവനെ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്കൊക്കെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ അവനെ യാത്രയാക്കിയത്. പക്ഷേ ഇന്നവൻ തിരിച്ചു വന്നത് ഒരു പെർഫെക്റ്റ് മെമ്പർ ആയിട്ടാണ്. ഒരു നല്ല ഒരു എന്താ പറയാ, ഷെയറിങ്ങുകൾ, ഒത്തിരി ആളുകൾക്ക് ഗുണകരമാവുന്ന ഷെയറിങ്ങുകളാണ് ഇന്നിപ്പോ അവനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് എന്താ പറയാ, നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ നിയന്ത്രിക്കുന്ന ആ ശക്തിക്കറിയാം ഇത് എങ്ങനെ പോകണം, ഇത് എവിടെ ചെന്ന് അവസാനിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോ ഇങ്ങനെയുള്ള യാതൊരുവിധ ശുപാർശ കത്തുകളോ അല്ലെങ്കിൽ ഒന്നിന്റെയും ഒരു ഭാഗമായിട്ട് നിൽക്കാനോ ഒന്നും നമ്മളോട് പറയുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനകത്ത് പഴമക്കാരായിട്ടുള്ള പല ആളുകളും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാവുന്ന, ഇപ്പൊ ചോദ്യോത്തരങ്ങളിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് പറയാണ്, അറിയാവുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ്, പൂർണ്ണമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് മറുപടി പ്രതീക്ഷിക്കാവുള്ളൂ. അല്ലാത്തതിന് നമുക്ക് ഇവിടെ പഴമക്കാരുണ്ട്, അവരിൽ നിന്നും കൂടി നമുക്ക് സഹായം വാങ്ങാം. അപ്പോ